വിദ്യാർത്ഥി നേതാക്കന്മാരുടെ പേരിൽ കേസുകൾ ഒന്നും എടുക്കില്ല. ഇതൊക്കെയാണല്ലോ ഇവർ പറഞ്ഞത്. ആ പറഞ്ഞതും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ കള്ളം പറഞ്ഞ് പറ്റിക്കാമെന്നാണ് മോഡിയും അമിത്ഷായും എല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നത്. പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ജനപ്രതിനിധികളെല്ലാം ഡൽഹിയിലുള്ളപ്പോഴാണ് ഇത്ര വലിയ ക്രിമിനൽ കുറ്റം ആണിവർ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വിവരം, ഐഡന്റിറ്റി ഇല്ലാത്ത, പോലീസ് വേഷത്തിലല്ലാത്ത ആളുകൾ വന്നിട്ടാണ് യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിനെ എങ്ങനെയാണോ സമരസ്ഥലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയത്, അതുപോലെ ഐഷി ഘോഷിനെ പാർട്ടി ഓഫീസിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു പദ്ധതിയാണ് മോഡിയും അമിത്ഷായും ഡൽഹി പോലീസും കൂടെ ചേർത്ത് തയ്യാറാക്കിയതെന്ന് വേണം അനുമാനിക്കാൻ. ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. വിപരീതകാലെ വിനാശബുദ്ധി എന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു ചൊല്ലുണ്ട്. ഇതാണ് മോഡിയുടെയും അമിത്ഷായുടെയും ഈ പിത്തലാട്ടങ്ങൾ കാണുമ്പോൾ ഒരു പ്രതികരണം എന്ന നിലയിൽ പറയാനുള്ളത്. അല്ല, നാളെ എന്താ വരാൻ പോകുന്നത്? എനിക്ക് നേരെയാണോ, എം പിമാർക്ക് നേരെയാണോ, ആർക്ക് നേരെയും വരാം, എന്തും ചെയ്യാം. പക്ഷേ ഭയത്തിന് വിരാമമിടാൻ കഴിഞ്ഞു. ജന്തർ മന്ദറിൽ നടന്ന സമരം ഭയരഹിതമായി പ്രതികരിക്കാൻ ഈ രാജ്യം ഉണരുകയാണ്, തയ്യാറാവുകയാണ്. അതാണ് ഈ ഭരണകൂടത്തെ പരിഭ്രാന്തിയിലേക്ക് തള്ളിവിടുന്നത്. ഇതൊരു അസാധാരണ നീക്കമല്ലേ പോലീസിന്റെ? കാരണം പാർട്ടി ദേശീയ ആസ്ഥാനത്തെ കടന്നു വരുന്നു, രണ്ടുപേർക്ക് യൂണിഫോം, ഒരാൾക്ക് യൂണിഫോം ഇല്ല. അപ്പൊ അതൊരു അസാധാരണ നീക്കമായിട്ടല്ലേ കണക്ക്? എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും എന്ന മട്ടിലാണ്. ഇപ്പൊ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. വെനസ്വേലയിലെ പ്രസിഡന്റിന്റെയും പ്രസിഡന്റിന്റെ ഭാര്യയും ഡൊണാൾഡ് ട്രംപ് അയച്ച സൈനികർ പോയി അവിടുത്തെ സുരക്ഷാ ഭടന്മാരെയൊക്കെ വകവരുത്തിയിട്ട് പിടിച്ചുകൊണ്ടുപോയി മാൻഹട്ടനിലെ, അതായത് ന്യൂയോർക്കിലെ ഒരു ജയിലിട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെയാണ്. ഇറാനിലെ ഭരണ നേതൃത്വത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ അമേരിക്ക ഇസ്രയേലുമായി ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി ഇറാൻ. അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് പ്രതിപക്ഷത്തിൽപ്പെട്ടവരെല്ലാം ഈ ഡൊണാൾഡ് ട്രംപിന്റെ മാതൃകയിൽ, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ചെയ്യുന്നത് പോലെയും ലോകത്തെ പല രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കടന്നാക്രമണം നടത്തുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ബംഗാളിലെ കോൺഗ്രസിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വഴി BJP ചേർന്നയാളാണ് സുവേന്ദു അധികാരി, അവിടുത്തെ മുഖ്യമന്ത്രി. അയാൾ ഇതുപോലെ ബുൾഡോസർ ഇറക്കിയിട്ട് ജനങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നിട്ട്, മോഹൻ ഭഗത്തും ഇതിനകത്തൊരു കക്ഷിയാണ്, RSS തലവൻ മോഹൻ ഭഗത്തും ഇതിനകത്തൊരു കക്ഷിയാണ്. ബ്രിട്ടാസിനെ എന്നെയൊക്കെ പ്രതികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് RSSന്റെ മുഖപത്രം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്.